ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ ആ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വീഡിയോയുടെ ബാക്കി ഭാഗവുമായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സെക്ഷൻ, അതായത് തിരൂരിലേക്ക് വന്ന് ഈ ട്രെയിനൊക്കെ ഇറങ്ങി അതിന് ശേഷം നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടു. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ എല്ലാം ഇത് ഗൾഫ് മാർക്കറ്റാണ്. തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ കടകളൊക്കെ അടച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവരിങ്ങനെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അതിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത് സാധാരണ ആളുകളെ ഉദ്ദേശിച്ചാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. അങ്ങനെയുള്ള ആളുകൾ പൈസ കുറച്ച് കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് അവർക്ക് ഇവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് ഉടനെ തന്നെ റൈറ്റ് സൈഡിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് വരണം. ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ വീടുകളിലെ ഗൃഹനാഥന്മാരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതൊരു വീട്ടിലുള്ള ക്ലോക്കുകളൊക്കെയാണ്, പലതരം ക്ലോക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു വീടിൻ്റെ പണികളോ അങ്ങനെ എന്തെങ്കിലും പ്ലംബിങ്ങോ മറ്റു വീടിൻ്റെ റെയിലർ പണികൾക്കൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ എമൗണ്ടിന് ഇപ്പോൾ നമുക്ക് എറണാകുളത്തായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ എവിടെയാണെങ്കിലും കിട്ടും. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ ഇത് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോക്ക്സാണ്, ഘടികാരങ്ങൾ, ക്ലോക്കുകളുണ്ട്. അപ്പോൾ പിന്നെ മറ്റ് അല്ലറയില്ല സാധനങ്ങൾ എല്ലാത്തിൻ്റെയും പേരൊന്നും കിട്ടുന്നില്ല പെട്ടെന്ന്. പക്ഷേ ഈ ക്ലോക്കുകളിൽ ഒരെണ്ണം ഞാൻ അന്ന് എടുത്തായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ക്ലോക്കിൻ്റെ പ്രൈസ് വരുന്നത് 250, 300, 350, 400 അങ്ങനെയൊക്കെയാണ്. വലിയ വലിയ ക്ലോക്കിനൊക്കെ നല്ല 400, 500 അത്രയൊക്കെ ആയിരുന്നുള്ളൂ. അങ്ങനെ അതൊരു സൈഡ് കഴിഞ്ഞ് ഇപ്പോൾ ക്ലോക്കിൻ്റെ കുറച്ചും കൂടി ഗഹനമായിട്ടുള്ള, കുറച്ചും കൂടി വിപുലമായിട്ടുള്ളൊരു കളക്ഷൻ. ഇതൊക്കെ ആൾക്കാർ ഡീറ്റെയിലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അവർക്ക് വലിയ സന്തോഷമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണതിന്. ഇപ്പോൾ ഞാനതൊക്കെ എല്ലാം ചോദിച്ചിട്ടും ഒന്നും വാങ്ങാണ്ട് പോയപ്പോഴും അവർക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് അവർക്ക് പറയാൻ തൻ്റെ കടയിലെ സാധനങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ തരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മേടിച്ചില്ലെങ്കിൽ ആ ഒരു ചോദ്യം ചെയ്യുമൊന്നുമില്ല, എന്താ മേടിക്കാണ്ട് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഈ നാച്ചുറലായിട്ടുള്ള ശബ്ദം കേൾപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഡയലോഗ്, സംസാരത്തിൻ്റെയൊക്കെ ഡയലോഗിൻ്റെ ശബ്ദം കേൾപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരാൾ പാട്ട് വെച്ച് നല്ല വോളിയത്തിൽ പാട്ട് വെച്ചേക്കണുണ്ടേ, കോപ്പി ക്ലെയിം വരുമെന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ മ്യൂട്ട് ചെയ്തേക്കണം അവിടുത്തെ ശബ്ദം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ വേണ്ട, അത്യാവശ്യത്തിന് വേണ്ട, അവിടെ എവിടെയും കിട്ടുന്ന ഓടി നടന്ന് മേടിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് ചെറിയ ചെറിയ വിലയുള്ളത്, നമ്മുടെ ഒറിജിനൽ സാധനത്തിൻ്റെ പകുതി വിലയുണ്ടായിരുന്നുള്ളൂ. ഇതും അങ്ങനെയൊക്കെ തന്നെ. ചില സ്പെയർ പാർട്സ്, മിക്സികൾ, പഴയ കാസറ്റ്, ഫോണ്, അങ്ങനെ ചില അല്ലറ ഇതൊക്കെ ആൾക്കാരിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ കാണില്ല. എൻ്റെ ഒരു വലിയൊരു കളക്ഷനാണ് ഇവിടെ. ഇതിപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. എന്നാലും ഇവിടെ കുറച്ചും കൂടി അധികം വിൽക്കും. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് കൂടുതലും വിൽക്കുന്നത് എങ്കിൽ പോലും ഒരു ഗ്രാമീണ ലുക്കാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്രാമീണ ലുക്കാണ്. ആൾക്കാരൊക്കെ ഒരു ഗ്രാമവാസികളെ പോലെയാണ് പെരുമാറുന്നത്. ഒരു എത്ര സാധനങ്ങൾ മേടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, കച്ചവട സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു കോമ്പറ്റീഷനാണ് ഭയങ്കര. ഇത് മേടിക്കാതെ പോരുത്തുന്ന അങ്ങനത്തെ ഒരു നമ്മൾ കസ്റ്റമേഴ്സിന് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൻ്റ് ആൾക്കാരാണ്. അത് അവരുടെ ഇങ്ങനത്തെ സ്വഭാവം ചില സമയത്ത് ഞാനൊക്കെ എന്നെപ്പോലത്തെ ആൾക്കാരിനെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മളിവിടുത്തെ ഇവിടുത്തെ കടകളൊക്കെ കയറുന്നതാണല്ലോ. അവിടെയൊക്കെ ഒരു സാധനം എടുത്തിട്ട് എന്താ മേടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവർ
പൊളിച്ചെടുക്കും നമ്മൾ. ഇതൊക്കെ 200-250 സ്റ്റാർട്ട് ചെയ്യുന്ന ചെരുപ്പുകളൊക്കെയാണ്. അവിടെ ആൾക്കാരൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പുറത്തും മൊബൈൽസൊക്കെ ആളുകൾ ആ സൈഡിലിരുന്ന് വിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണാം. പിന്നെ നമുക്കൊരു ആളുകൾ സമാധാന ലുക്കാണ് ആൾക്ക്. ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള ഡീലിങ്സാണ് ഇവിടെ മൊത്തത്തിൽ. അതാണ് അവരുടെ ഒരു ക്വാളിറ്റി. ഇതിൻ്റെയൊക്കെ വില വിളിച്ച് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്. പക്ഷേ എന്താണ്, ഇവിടെ പാട്ട് വെച്ചേക്കണോണ്ട് ഞാൻ മ്യൂട്ട് ചെയ്താണ്. ഇങ്ങനെ ഓരോ സോപ്പിൻ്റെയും വിലയൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. നല്ല സോപ്പ്, ഓരോ സോപ്പ് വെള്ളം, പിന്നെ മറ്റ് എന്താ ക്ലീനിങ് ലായനികൾ, അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ സെക്ഷൻ. വില കുറവാണ് കേട്ടോ. പിന്നെ അത് 200-250 സ്റ്റാർട്ടിങ് ഷർട്ട്, 200 ഷർട്ടുണ്ട്. ഇത് അതൊക്കെ 200 രൂപ കണ്ടു. 200 രൂപ, 100 രൂപ. ഈ മുകളിൽ കിടക്കണ തന്നെ 200 രൂപ. കുറച്ച് ക്വാളിറ്റി, മറ്റേ ഒരു സിൽക്ക് പോലത്തെ നല്ല ഗ്ലേസിങ് ഉള്ളൊരു ഷർട്ടൊക്കെ ഇല്ലേ, അതാണ് എൻ്റെ പ്രൈസ്. ഈ 400 രൂപയുടെ ഷൂ ഒക്കെയാണ് ഈ കാണുന്നത്. 400 രൂപ. 400 രൂപ അടുത്ത ഈ അടിപ്പൻ ഷൂ ഒക്കെ നമുക്കിവിടെ കിട്ടും. 400-500. ഇത് കുറച്ചുകൊണ്ട് നമ്മുടെ ബ്രോഡ്വേ എറണാകുളത്തോട്ടൊക്കെ വന്നതിൻ്റെയൊക്കെ വില കേട്ടാൽ കിടിയും 1000 രൂപയൊക്കെ. ഇങ്ങനെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിലയെല്ലാം ചോദിക്കാൻ പറ്റിയില്ല, എന്നാലും കുറവായിരിക്കും, നമുക്ക് ഊഹിക്കാം എന്നാണ്. പിന്നെ വീണ്ടും 200 രൂപയുടെ ഷർട്ട്സ്, 200 രൂപയുടെ ഷർട്ടുകളുണ്ട്. ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നത് ഇപ്പോൾ ഇത് എൻ്റെ കൈകളാണ്. ഞാൻ ഓരോ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വില എത്ര, അതൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ ഒരാളൊരു പാട്ടിങ്ങനെ ഹൈ വോളിയം ചെയ്ത് വെച്ചേക്കണാണ്, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. ആ പാട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ക്ലെയിം വരും യൂട്യൂബിൽ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെറുതെ ഇരിക്കേണ്ട, അവിടുത്തെ ബെല്ലൈക്കൺ ഞെക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് ഫാമിലീസൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടൂറ് പോലെ വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ തിരൂർ ഭാഗം, മലപ്പുറത്തൊക്കെ ടൂറ് ഏരിയാസ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ പോകുമ്പോഴും ഈ സൈഡിലേക്ക് കൂടി വെള്ളിയാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതും കൂടി കാണാൻ പറ്റും. കാരണം അതിൻ്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൊബൈൽ ഷോപ്പുകൾ തന്നെയാണ്. അത് അടച്ചിട്ടേക്കണെയാണ്. ഈ വെള്ളിയാഴ്ച ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു മൊബൈലിൻ്റെ കോംപ്ലക്സൊക്കെയാണ് പുറവശത്ത് കാണുന്നത്. വെള്ളിയാഴ്ച ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ പൊതുവായിട്ട്. അതായത് ഈ വഴിയോര കച്ചവടം പോലെ ഇങ്ങനെ ഗൾഫ് ഐറ്റംസ്, തുണികൾ, സോപ്പുകൾ, ഷൂസ്, ചെരുപ്പ്, ഇതൊക്കെ ഈ ദിവസം മാത്രമേ ഉള്ളൂ. തിരൂർ ഗൾഫ് മാർക്കറ്റ് ഓൺ ഫ്രൈഡേ. ആളുകളൊക്കെ വന്നു തുടങ്ങിയത് ഏകദേശം രാവിലെ കേട്ടോ. രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. 10 മണിയൊന്നും ആയിട്ടില്ല, രാവിലെ ഒരു 9-9:30 ആയിട്ടുള്ളൂ. അതാണ് ആളുകളുടെ ഒരു കുറവ്. കടകളും കുറച്ചാണ് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പരിസരം മൊത്തം കടകളൊക്കെ. ഇത് കുടകളുടെ സെക്ഷൻ. മഴക്കാലം വരുന്നില്ല, അപ്പോൾ മഴക്കാലത്ത് കുടയുടെ കഴിഞ്ഞ മെയ് 10-നാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത്. മെയ് 10-ന് 2024 മെയ് 10 സമയത്ത് ആ ഒരു യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടയുടെ വില കഴിക്കുന്നു. ആകെ കുടയുടെ ഇതൊക്കെ നമ്മുടെ 150 രൂപയാണ് കുടകൾ, 200, 250 അങ്ങനെയൊക്കെയാണ് കുടകളുടെ വിലകൾ പോകുന്നത്. ഇതൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിലായിട്ട്. അത് നമ്മൾ മൊബൈലിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക ആംഗിളായി പോയതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ഒരു ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല അവർക്ക് തോന്നുന്നു. വെറുതെ കൈ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. വെറുതെ ആ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു അതിൻ്റെ ഫിഷനായിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നില്ല. ഷൂട്ട് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുമെങ്കിലും എന്താണ് ആ ഒരു ഷൂട്ടിംഗ് സ്റ്റിക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ദൈവത്തോളം ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട ചാള മത്തി നിരത്തി വെച്ചേക്കണ മൊബൈൽ നിരത്തി വെച്ചിരിക്കുന്നത്. 4 ഗ്രാം 128. അപ്പോൾ ഓരോ മൊബൈലിൻ്റെ വിലയും അതിൻ്റെ സ്റ്റോറേജും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊട്ടിയിട്ടുണ്ടോ? ബാക്കിൽ മൂടിലേക്ക് മാറ്റി കിട്ടും. ഇവിടെ കിട്ടാത്ത എന്താണുള്ളത്? നമുക്ക് മൊബൈൽ ചോദിച്ചിട്ട് അവസാനം എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതാണ് നമുക്ക് എന്താണ് നമുക്ക് അതിശയിപ്പിച്ച സ്വഭാവം. മലപ്പുറം എന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലമല്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വരാനുള്ള ഇഷ്ടം തോന്നുന്നു.